ربنا زدنا علما نافعا آتنا حسنة في حياتنا هب لنا قرة آتنا هداية نحن عبادك يا إلهنا. أيها الطلاب الأحباء السلام عليكم ورحمة الله وبركاته. LMLPS സേനാങ്കോട് സ്കൂളിലെ 3ാം ക്ലാസ്സിലെ എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ? എല്ലാ കൂട്ടുകാരും സാറ് പഠിപ്പിച്ചു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി വായിച്ചു പഠിക്കുന്നുണ്ടോ? നമുക്ക് ഇന്ന് പുതിയൊരു പാഠഭാഗം നമുക്ക് പഠിക്കാം. എല്ലാവരും റെഡിയാണോ? എങ്കിൽ ഞാനും റെഡി. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് 3ാമത്തെ യൂണിറ്റാണ്. 3ാമത്തെ യൂണിറ്റിന്റെ പേര് ഖത്തുറു മത്തർ. എല്ലാ കൂട്ടുകാരും ഒന്ന് വായിക്കൂ. ഖത്തുറു മത്തർ. എന്താണ് അതിന്റെ മീനിങ്? മഴത്തുള്ളി. എന്താണ്? മഴത്തുള്ളി. അല്ലേ? കൂട്ടുകാർക്ക് മഴ ഇഷ്ടമാണോ? എല്ലാ കൂട്ടുകാർക്കും മഴയും മഴയത്ത് നനയാനൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? ഈ മഴയെ സംബന്ധിച്ചുള്ള, ജലത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഈ യൂണിറ്റിൽ 4 ചാപ്റ്ററുകൾ, 4 പാഠങ്ങളാണുള്ളത്. 1ാമത്തെ പാഠത്തിന്റെ പേര് മിനൽ ജബലി ഇലൽ ബഹർ. എന്താണ്? മിനൽ ജബലി ഇലൽ ബഹർ. 2ാമത്തെ പാഠത്തിന്റെ പേര് ഹൽ തുസാഹിബുനി. 3ാമത്തെ പാഠത്തിന്റെ പേര് മാഉൻ നഹർ. 4ാമത്തെ പാഠത്തിന്റെ പേര് നുസൂസുൻ ഖയ്യിമ. ഇങ്ങനെ 4 ചാപ്റ്ററുകളാണ് ഈ യൂണിറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂട്ടുകാർ 42ാമത്തെ പേജ് എടുക്കൂ. എല്ലാ കൂട്ടുകാരും ചിത്രം ഒന്ന് സൂക്ഷിച്ചു നോക്കൂ. മാദാ യൻസിലു മിനസ് സമാ. ആകാശത്തിൽ നിന്നും വീഴുന്നത് എന്താണ്? എന്താണ്? മത്തർ. മഴയാണല്ലേ? മഴയാണ് ആകാശത്തിൽ നിന്നും പെയ്യുന്നത്. കൂട്ടുകാർ ഈ ചിത്രം ശ്രദ്ധിച്ചിരുന്നോ? ഈ ചിത്രത്തിൽ ഭൂമി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഭൂമി എങ്ങനെ വരണ്ട് ഉണങ്ങി കീറിയിരിക്കുകയാണല്ലേ? ഈ ഭൂമി മഴ കിട്ടാതെ വെയിലുകൊണ്ട് വരണ്ട് ഭൂമി എന്ത് ചെയ്തു? കീറി ഇങ്ങനെ ഇരിക്കുന്നു അല്ലേ? കൈഫ കാനത്തിൽ അർളു ഖബ്ലൽ മത്തർ. മഴ പെയ്യുന്നതിന് മുമ്പ് ഈ ഭൂമി എങ്ങനെയായിരുന്നു? വരണ്ട് ഉണങ്ങി കീറി വെള്ളത്തിനായി ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയെയാണ് നമ്മൾ ഈ ചിത്രത്തിലൂടെ കാണുന്നത്. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഹൽ തുഹിബ്ബുൽ മത്തർ. കൂട്ടുകാർ മഴയെ ഇഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാ കൂട്ടുകാർക്കും മഴ ഭയങ്കര ഇഷ്ടമാണല്ലേ? മഴയത്ത് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? മഴയത്ത് കളിക്കാനോ അതിലേറെ ഇഷ്ടമാണ്. മിൻ ഐന യൻസിലുൽ മത്തർ. മത്തർ, മഴ എവിടെ നിന്നാണ് വരുന്നത് കൂട്ടുകാരെ? എവിടെ നിന്നാണ്? ഉറക്കെ പറയൂ. ആകാശത്ത് നിന്നാണല്ലേ? ആകാശത്ത് നിന്നാണ് മഴ ഇങ്ങനെ താഴേക്ക് ഭൂമിയിലേക്ക് പെയ്യുന്നതല്ലേ? ഈ ആകാശത്തു നിന്നും ഭൂമിയിലേക്ക് മഴ പെയ്യിപ്പിക്കുന്നത് ആരാണ്? പറയൂ, ഉറക്കെ പറയൂ. അല്ലാഹു. ആരാണ്? നമ്മുടെ സൃഷ്ടാവായ, നമ്മുടെ ദൈവമായ അല്ലാഹു ആണ് മഴ പെയ്യിപ്പിക്കുന്നതല്ലേ? അതേ, നമ്മൾ ആരെങ്കിലും ആണോ മഴ പെയ്യിപ്പിക്കുന്നത്? അല്ല. നമ്മൾ വിചാരിക്കുമ്പോൾ മഴ പെയ്യോ? ഇല്ല. ഈ മഴയെല്ലാം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്, നിശ്ചയപ്രകാരമാണ് ഈ മഴ ഉണ്ടാകുന്നതല്ലേ? ഈ മഴ പെയ്യുമ്പോൾ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? വെള്ളമല്ലേ? മഴ പെയ്യുമ്പോൾ നമുക്ക് ധാരാളം വെള്ളം ലഭിക്കുന്നു അല്ലേ? നമ്മുടെ തോടുകളിലും കിണറുകളിലും കുളങ്ങളിലും സമുദ്രങ്ങളിലും കൃഷിഭൂമികളിലും ഒക്കെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നു. അതുപോലെ കൃഷി ജീവജാലങ്ങളെല്ലാം നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നു? സമൃദ്ധമായി വളരുന്നു ഇല്ലേ? മഴയില്ലാതെ നമ്മുടെ കൃഷി ചെയ്യാൻ സാധിക്കുമോ? ഇല്ല. ജീവജാലങ്ങൾക്കും പക്ഷി മൃഗാദികൾക്കും എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും വെള്ളം വളരെ അത്യാവശ്യമായ ഒരു ഘടകമാണ്. ജീവന്റെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ ഒരു ഘടകമാണ് ഏത് കൂട്ടുകാരെ? വെള്ളം, ജലം അല്ലേ? എങ്കിൽ നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം ലഭിക്കുന്നത്?
കൂട്ടുകാർ പറയൂ, നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ജലം ലഭിക്കുന്നത്? ഉറക്കെ പറയൂ. ആ പുഴയിൽ നിന്ന് കിട്ടും, കിണറിൽ നിന്ന് കിട്ടും, പിന്നെ ആ കുളം ബിർക്ക കുളത്തിൽ നിന്ന് കിട്ടും, ബഹർ നദിയിൽ നിന്ന് ലഭിക്കും അല്ലേ? ആ നമുക്ക് നഹറിൽ നിന്നും അഥവാ പുഴയിൽ നിന്നും, ബിർ അഥവാ കിണറിൽ നിന്നും, ബിർക്കത്ത് കുളത്തിൽ നിന്നും, അതുപോലെ ബഹറിൽ നിന്നും സമുദ്രത്തിൽ നിന്നുമൊക്കെ നമുക്ക് ജലസ്രോതസ്സുകളായി നമുക്ക് വെള്ളം ലഭിക്കുന്നു അല്ലേ? എങ്കിൽ കൂട്ടുകാർ അടുത്ത ചിത്രം ഒന്ന് നോക്കൂ. 43-ാമത്തെ പേജ് എടുക്കൂ. കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ ഏത് ജലസ്രോതസ്സിനെയാണ് നമ്മൾ കാണുന്നത്? പുഴയാണല്ലേ? വളരെ മനോഹരമായ ഒരു പുഴ അല്ലേ? പുഴ ഇങ്ങനെ ഒഴുകി പോകുന്നു. വളരെ ശുദ്ധമായ തെളിനീർ വെള്ളത്തോടുകൂടി ഇങ്ങനെ ജലം ഒഴുകുകയാണല്ലേ? ആ പുഴയുടെ ഇരുവശങ്ങളിലും ധാരാളം എന്തുണ്ട്? വൃക്ഷങ്ങളുണ്ടല്ലേ? വൃക്ഷങ്ങളെല്ലാം നല്ല തഴച്ച് വളരെ നല്ല രീതിയിൽ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുന്നു. വളരെ കാണാൻ ഭംഗിയുള്ള പ്രകൃതി രമണീയമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്ന ജലസ്രോതസ് ഏതാണ് കൂട്ടുകാരെ? നഹ്റാണ്, നദിയാണ്. ഈ നദി എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത് ഉണ്ടാകുന്നത്? ഈ നദി എങ്ങോട്ടേക്കാണ് ഒഴുകി പോകുന്നത്? ഈ നദി ആദ്യമേ ഇതേ രൂപത്തിൽ ഉണ്ടായിരുന്നു? അതേ ചെറുതായിരുന്നോ വലുതായിരുന്നോ? നദി ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുമ്പോൾ ഈ നദിയോടൊപ്പം ആരൊക്കെ പങ്കുചേർന്നു കൂട്ടുകൂടിയാണ് പോകുന്നത് എന്നൊക്കെയുള്ള ഈ നദിയുടെ വിശേഷങ്ങൾ നമുക്ക് പഠിച്ചാലോ? ആ നദിയുടെ വിശേഷങ്ങൾ ആര് തന്നെ പറയും? നദി തന്നെ നിങ്ങളോട് സംസാരിക്കും. നദിയുടെ കഥ കേൾക്കാൻ കൂട്ടുകാർക്ക് ഇഷ്ടമാണോ? കൂട്ടുകാർ താല്പര്യത്തോടു കൂടി ഇരിക്കുകയാണോ? എങ്കിൽ നമുക്ക് ആ നദിയുടെ കഥ കേട്ടാലോ? എല്ലാവരും പാഠപുസ്തകം നോക്കൂ. മിനൽ ജബലി ഇലൽ ബഹർ. എന്താണ് പാഠത്തിന്റെ പേരെന്താണ്? മാ ഇസ്മുദ്ദറസ്. പാഠത്തിന്റെ പേരെന്താണ്? മിനൽ ജബലി ഇലൽ ബഹർ. എന്താണ് കൂട്ടുകാരെ ജബല്? നമ്മൾ മുമ്പ് പഠിപ്പിച്ച വാക്കാണല്ലേ? ജബൽ പഠിച്ചിട്ടുണ്ട്, മല. മിനൽ ജബലി മലയിൽ നിന്നും, ഇലൽ ബഹർ എങ്ങോട്ടേക്ക് പോവുകയാണ്? ബഹറിലേക്ക്, സമുദ്രത്തിലേക്ക് പോവുകയാണ്. ആര്? നദി. നദി എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? മിനൽ ജബൽ മലയിൽ നിന്നും, അങ്ങ് മലയിൽ നിന്നും, ഇലൽ ബഹർ സമുദ്രത്തിലേക്ക് എന്നതാണ് ഈ പാഠത്തിന്റെ പേര്. നോക്കൂ, ഹൽ തഅരിഫുനി. നെഹ്റു ചോദിക്കുകയാണ്, ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയുമോ? ഹൽ തഅരിഫുനി, നിങ്ങൾക്ക് എന്നെ അറിയാമോ? എന്നെ മനസ്സിലായോ? അന സ്വദീഖുക. അന സ്വദീഖുക, ഞാൻ ആരാണ്? നിങ്ങളുടെ സ്വദീഖാണ്, നിങ്ങളുടെ കൂട്ടുകാരനാണ്. അന സ്വദീഖ്. സ്വദീഖ് എന്നുള്ള വാക്ക് പ്രത്യേകം അർത്ഥം എഴുതി പഠിക്കുക. സ്വദീഖ് കൂട്ടുകാരൻ. അതുപോലെ തന്നെ ജബൽ. ജബൽ എന്താണ് കൂട്ടുകാരെ? മല. ജബലുൻ. ബഹ്റുൻ എന്താണ്? ബഹ്റുൻ സമുദ്രം. ഈ മൂന്ന് വാക്കുകളും കൂട്ടുകാർ നോട്ട് ബുക്കിൽ അർത്ഥമായിട്ട് എഴുതുക. മൂന്നാമത്തെ വാക്ക് ഏതാണ്? സ്വദീഖ് കൂട്ടുകാരൻ. അന സ്വദീഖുക, ഞാൻ ആരാണ്? നിങ്ങളുടെ കൂട്ടുകാരനാണ്. അൽ ഖാദിമു മിനൽ ജബൽ. അൽ ഖാദിമു മിനൽ ജബൽ, ഞാൻ എവിടെ നിന്നാണ് വരുന്നത്? മിനൽ ജബൽ, ജബലിൽ നിന്നാണ് വരുന്നത്, മലയിൽ നിന്നാണ് വരുന്നത്. ഫിൽ ബിദായ, തുടക്കത്തിൽ. ബിദായ അണ്ടർലൈൻ. ബിദായ എന്താണ്? ആരംഭം, തുടക്കം. ഫിൽ ബിദായ തുടക്കത്തിൽ. കുന്തു ഐനൻ ഹസീല. കുന്തു ഞാനായിരുന്നു. ഐനൻ ഹസീല ചെറിയ ഒരു അരുവിയായിരുന്നു. ഐനൻ ഹസീല. ഐനൻ അരുവി. അണ്ടർലൈൻ. ഐനൻ എന്താണ് കൂട്ടുകാരെ? അരുവി. ഹസീല ചെറിയ, വളരെ നേർത്ത, ചെറിയ രൂപത്തിലുള്ള ഒരു അരുവിയായിരുന്നു. ആര്? ഞാൻ. ആര് പറയുകയാണ്? നദി പറയുകയാണ്. വഫി ത്വരീഖി സ്വാഹബത്നി അൽ ജദാവിലു ഫസിർതു നഹ്റാ.
വഫി ത്വരീഖി, ഞാൻ ഇങ്ങനെ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വഹബത്തിനി, എന്നോട് കൂട്ടുകൂടി, എന്നോടൊപ്പം വന്നു ചേർന്നു. ആര്? അൽ ജദാവിൽ, തോടുകൾ, ചെറിയ ചാലുകൾ അഥവാ തോടുകൾ എന്നോടൊപ്പം വന്നു ചേർന്നു. ജദാവിൽ, ജദ്വൽ, തോട്. ജദ്വൽ എന്ന വാക്കിന്റെ ജം ആണ്, ബഹുവചനമാണ്. ജദാവിൽ, തോടുകൾ. സ്വാഹബത്തനി അൽ ജദാവിൽ, തോടുകൾ എന്നോടൊപ്പം കൂടി. അങ്ങനെ ഫസിർതു നഹ്റ, ഞാൻ ആരായി? നഹ്റായി, നദിയായി. ഞാൻ ചെറിയ ഒരു അരുവിയായിരുന്നു. ഞാൻ ഇങ്ങനെ ഒഴുകി 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 വന്നപ്പോൾ എന്നോടൊപ്പം ധാരാളം തോടുകൾ, ചെറിയ ചാലുകൾ എന്നിലേക്ക് വന്നു ചേർന്ന് ഞാൻ വലുതായി വലുതായി. നഹ്റൻ, ഞാൻ അങ്ങനെ നദിയായി. അജിരി ഇലൽ ബഹിരി ലൈല നഹാറ, അജിരി, ഞാൻ സഞ്ചരിക്കുന്നത്. ഇലൽ ബഹർ, എങ്ങോട്ടേക്കാണ് കൂട്ടുകാരെ? ബഹർ, സമുദ്രത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ലൈല നഹാറ, ലൈല് രാത്രി, നഹാറ് പകൽ. രാത്രിയും പകലും ഒക്കെ ഞാൻ ഇങ്ങനെ ഒഴുകി സഞ്ചരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഇലൽ ബഹർ, സമുദ്രത്തിലേക്കാണ്. അപ്പോൾ ലൈൽ എന്നുള്ള വാക്ക് പ്രത്യേകം എഴുതി പഠിക്കുക. രാത്രി, നഹാറ് പകൽ. രാവും പകലും ഞാൻ ഇങ്ങനെ വിശ്രമമില്ലാതെ സഞ്ചരിക്കുന്നത് എങ്ങോട്ടേക്കാണ്? ഇലൽ ബഹരി, സമുദ്രത്തിലേക്കാണ്. അസ്തി, ഞാൻ കുടിപ്പിക്കുന്നു. ആരെയൊക്കെ കുടിപ്പിക്കുന്നു? അൽ ഇൻസാന, മനുഷ്യരെ. മനുഷ്യർക്ക് വെള്ളം കൊടുത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? അവരെ എല്ലാം കുടിപ്പിക്കുന്നു. മനുഷ്യരെ മാത്രമല്ല, പിന്നാരൊക്കെ? വൽ ഹയവാനാത്ത്, മൃഗങ്ങളെയും. ഹയവാനാത്ത്, ഹയവാൻ മൃഗം, ഹയവാനാത്ത് മൃഗങ്ങൾ, മൃഗങ്ങളെയും ഞാൻ എന്ത് ചെയ്യുന്നു? കുടിപ്പിക്കുന്നു. വത്തുയൂർ, പക്ഷികളെ. ത്വയ്ർ, പക്ഷി. തുയൂർ അതിന്റെ ബഹുവചനമാണ്, ജം ആണ്, പക്ഷികൾ. തുയൂർ പ്രത്യേകം എഴുതി പഠിക്കുക. തുയൂർ, പക്ഷികൾ. അതുപോലെ വന്നബാതാത്ത്, ചെടികൾ. നബുത്തുൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് കൂട്ടുകാരെ നബുത്തുൻ? ചെടി. നബാതാത്ത്, ചെടികൾ. ചെടികളെയും ഞാൻ എന്ത് ചെയ്യുന്നു? കുടിപ്പിക്കുന്നു, നനയ്ക്കുന്നു. വൽ അഷ്ജാർ, മരങ്ങളെയും. ഷജർ മരം, അഷ്ജാർ മരങ്ങൾ. അപ്പോൾ ഇവിടെ കുറെ വാക്കുകൾ അതിന്റെ ബഹുവചനം തന്നിട്ടുണ്ട്. അതിന്റെ ഏകവചനം കൂടി നമ്മൾ മനസ്സിലാക്കണം. ജദ്വല്, ജദാവില്. ഹയവാൻ, ഹയവാനാത്ത്. ഹയവാൻ, ഹയവാനാത്ത്. ത്വയ്ർ, തുയൂർ. നബത്ത്, നബാതാത്ത്. ഷജർ, അഷ്ജാർ. ഇങ്ങനെ കുറെ വാക്കുകളുടെ ബഹുവചനം കൂടി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മുടെ നദി എവിടെ നിന്നാണ് വരുന്നതെന്നും എങ്ങോട്ടേക്കാണ് പോകുന്നതും ആരോടൊപ്പമാണ് ഈ യാത്രയിൽ നദിയോടൊപ്പം കൂട്ടുചേർന്നതും ഒക്കെ നമ്മൾ പഠിച്ചു. ആര് പറഞ്ഞു തന്നു? നമുക്ക് നദി തന്നെ നമുക്ക് പറഞ്ഞു തന്നു. എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? ഇന്നത്തെ പാഠഭാഗം എല്ലാ കൂട്ടുകാരും നന്നായി വായിച്ച് പഠിച്ച് എനിക്ക് വായിച്ച് ഗ്രൂപ്പിൽ അയച്ചു തരിക. അതുപോലെ തന്നെ ഈ പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട വാക്കുകളുണ്ട്. ആ വാക്കുകളുടെ അർത്ഥങ്ങൾ, അതുപോലെ ഏകവചനം അഥവാ മുഫ്രദ്, അതുപോലെ അതിന്റെ ജംഉ ബഹുവചനം, ഈ വാക്കുകൾ കൂടി എഴുതി നോട്ട്ബുക്കിൽ എഴുതി എനിക്ക് അയച്ചു തരിക. എങ്കിൽ നമുക്ക് അടുത്ത ദിവസം പുതിയൊരു ക്ലാസ്സുമായി കാണാം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.